ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കുട്ടൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വാഴക്കൊല പാളയംകുളം ഞാൻ ഒരെണ്ണം വെട്ടിയിട്ടുണ്ടായിരുന്നു, അതും പഴുത്തു. പിന്നെ ഒരു ഞാലിപ്പൂവനുണ്ടായിരുന്നു, അതും പഴുത്തു. രാവിലെ തന്നെ കൊലയൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയപ്പം ഒരു രക്ഷയില്ല, ഫുള്ള് മഞ്ഞാണ്. സൂര്യൻ താണ്ട് ഉദിച്ചു വരുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും കാണാൻ പോലും പറ്റില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല കട്ട മഞ്ഞ്. സാധാരണ ഞാൻ ദൂരെ ലോങ് ആയിട്ടുള്ള മഞ്ഞല്ലേ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വീടിൻ്റെ അടുത്ത് നിന്നാണ്. അവിടെ എല്ലാം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വരെ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എൻ്റെ തലയിലും ഒക്കെ അതാ മഞ്ഞായിട്ടുണ്ട്, കട്ട മഞ്ഞാണ്. മഞ്ഞ് കാരണം ഞാൻ ഒരുപാട് നേരം പുറത്ത് നിന്ന് കറങ്ങിയില്ല, ജസ്റ്റ് ഓടിപ്പോയി നമ്മുടെ വാഴയൊക്കെ ഒന്ന് നോക്കി. വാഴ വെട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്തത് കുലച്ചു. അപ്പോൾ അത് കണ്ടേക്കാമെന്ന് കരുതി. ഇത് പാളയംകുളം വാഴയാണ്. മഴക്കാലത്ത് നമുക്ക് കൊലയൊന്നും ഉണ്ടായാൽ കിട്ടില്ല കേട്ടോ, കാരണം ഈ കാറ്റും മഴയും വരുമ്പോൾ എല്ലാം ഒടിഞ്ഞു പോവും. വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊല കിട്ടും അത്യാവശ്യം. പിന്നെ ഒരുപാട് വലിയ കൊലയൊന്നും ഞാൻ വീട്ടിലേക്ക് എടുക്കില്ല, അത് ഞാൻ കൊടുക്കുക ചെയ്യുന്നത്. ധാരാളം കുട്ടികളുണ്ട്. കുട്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ പറിച്ച് നടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലായ്മ കൊണ്ട് നടക്കുന്നില്ല. ഇതിനിടയിലൂടെയൊക്കെ നമുക്ക് മഞ്ഞ് കാണാം. അവിടെ ഒരെണ്ണം കുലച്ചിട്ടുണ്ട്, പിന്നെ ഇതിൻ്റെ മുകളിലും ഒരെണ്ണം കുലച്ചിട്ടുണ്ട്. പക്ഷേ അത് കൊല താഴോട്ട് വീണില്ല, അതിങ്ങനെ അവിടെ ഒരു പ്ലാവിൻ്റെ മരത്തിലിങ്ങനെ തടഞ്ഞിരിക്കുകയാണ്. അതിനെ ഒന്ന് താഴോട്ട് താത്തിയിട്ട് കൊടുക്കണം. ഇതെല്ലാം പാളയംകുളനാണ് കേട്ടോ കുലച്ച് നിൽക്കുന്നതെല്ലാം. മഴയൊന്നും നമ്മൾ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല. നട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഒരു ഒന്നിരാടമൊക്കെ കൂടുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ വളമായിട്ട് നമ്മുടെ ഉണ്ടെങ്കിൽ വല്ല ചാണകപ്പൊടിയോ കോഴിവളം എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള കൊല നമുക്ക് കിട്ടും. ഒരുപാട് നമുക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലേ വാഴ വളർത്തൽ. അതിനെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി വളം ഇട്ട് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടിക്കോളും. കൂടുതലൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും എനിക്കിവിടെ കൊല കിട്ടാറുണ്ട്. ഇത് ഒരു ഞാലിപ്പൂവനാണ്, ചെറുതാണ്. ഞാലിപ്പൂവൻ ഇപ്പോൾ 80 രൂപയല്ലേ പുറത്ത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ.